നമ്മുടെ നല്ല ഒരു കൊറിയൻ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു ബീഫ് കൊണ്ടുള്ളൊരു വിഭവമാണ്. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവം. ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ നമുക്കൊന്ന് പ്രത്യേകിച്ച് നാടൻ കറികളല്ലാതെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ നല്ല ഒന്നാണ്. ബീഫ് അതിങ്ങനെ തിൻ സ്ലൈസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് സമയം ആയതുകൊണ്ടാണ് ഇങ്ങനെ കളർ മാറി പോലെ തോന്നുന്നത്. നന്നായിട്ട് ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ബ്രോക്കലി, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഇടാം. ബ്രോക്കലി, ക്യാരറ്റ് വേണമെങ്കിൽ ഇടാം. ഞാനിവിടെ ബ്രോക്കലിയും കുറച്ച് സ്വീറ്റ് പെപ്പറാണ്, അതും കുറച്ച് സ്പ്രിംഗ് അണിൻ്റെതുണ്ട്, അത്രയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. സോയ സോസ്, ഇത് പെപ്പറാണ്, വൈറ്റ് പെപ്പറാണ് ഇത് കേട്ടോ. വൈറ്റ് പെപ്പർ ഇല്ലാത്തവർക്ക് മറ്റേ പെപ്പർ ഉപയോഗിക്കാം. പിന്നെ ഇതൊരു റൈസ് വൈനാണ്, കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന റൈസ് വൈന്. ഇതല്പം ബേക്കിംഗ് സോഡയാണ്. എന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ ഇടുന്നത് ബീഫ് നല്ല സോഫ്റ്റായിട്ട് വരും. നമുക്കിപ്പോൾ ഒത്തിരി നേരം ഇതിട്ട് വേവേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു അല്പം ഓയിൽ ഇത്രയും കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കോൺ സ്റ്റാർച്ച് ഇതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് നമുക്കൊന്ന് തിരുമ്മി ഒന്ന് വെക്കാം. ഒക്കെ ഒന്ന് തിരുമ്മി വെച്ചു. അപ്പോൾ അതൊരു അല്പസമയം ഒന്ന് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ബീഫ് കുറച്ച് സമയം ഇരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഇന്നത്തെ ആത്മീയ ഭക്ഷണം എന്തെന്നും കൂടെ ഒന്ന് ചിന്തിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായൻ്റെ 19-ാം വചനത്തിൽ പ്രകാരം പറയുന്നു: ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും അവരുടെ പ്രവൃത്തി ദോഷമുള്ളതായാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. നാം കർത്താവായ യേശുക്രിസ്തുവിനെ പിൻപറ്റാതെ നമുക്കിഷ്ടമുള്ള പ്രകാരമൊക്കെ ജീവിക്കുകയും പാപസ്വഭാവത്തിൽ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ന്യായവിധിയുണ്ട്. എന്നാൽ നമ്മൾ കർത്താവിനെ പിൻപറ്റാതെ നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ച് ഒരു ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ആ ഇരുളിനെ സ്നേഹിക്കാതെ, കർത്താവാണ് വെളിച്ചം എന്ന് പറയുന്നത്, കർത്താവ് യേശുക്രിസ്തുവിനെ സ്നേഹിച്ചവനെ പിൻപറ്റി ന്യായവിധിയിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു ഓക്ക് അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അല്പം എണ്ണ ഒന്ന് കഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുത്തൊന്ന് രണ്ട് വശവും നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് പിന്നായിട്ടുള്ളത് കൊണ്ട് എളുപ്പം വെന്ത് കിട്ടും. പിന്നെ ഒന്ന് എല്ലായിടും ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് അടുപ്പിൽ കിടന്ന് ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തേക്ക് അല്പം ഗ്രേവിക്ക് വേണ്ടിയിട്ട് അല്പം ഇത് ഒഴിക്കാം. ഇത് സോയ സോസാണ്, ഇത് ഓയിസ്റ്റർ ഷെയർ സോസാണ് ഇത്. പിന്നെ ഞാനിവിടെ റൈസ് കുക്കിംഗ് വൈൻ എടുത്തിരിക്കുന്നത്, ഇതാണ് എൻ്റെ കയ്യിലുള്ളത്, ഞാനതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓയിസ്റ്റർ ഷെയർ സോസ്, ഇത് റൈസ് വൈൻ, ഇത് ഇച്ചിരി ബ്രൗൺ ഷുഗറാണ്. ആ കൂടെ നമുക്കൊരു കുറച്ച് കോൺ സ്റ്റാർച്ച് ഇട്ട് കൊടുത്ത് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇനി ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സാക്കി വയ്ക്കാം, കട്ടയില്ലാതെ. മറ്റൊരു പാത്രത്തിനകത്ത് ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനകത്തേക്ക് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കണതാണ്, അതിട്ട് കൊടുക്കും. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി അതൊന്നങ്ങ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇടാം. കഷ്ണമായിട്ട് ഇടുമ്പോൾ അത് കഷ്ണമായിട്ട് കിടക്കുമല്ലോ, ചിരിയെ ചെയ്ത് തുടങ്ങിയാണ് നല്ലത്.
ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. ഇത് ഞാൻ കുറച്ച് സ്പ്രിംഗ് അണിയൻ്റെ ചോട് ഭാഗം തണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിലേക്കുള്ള ഭാഗം ഞാൻ മറ്റേ വെജിറ്റബിളിൻ്റെ കൂടെ നീളത്തിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിടാം. ഇതിലേക്ക് ഞാനൊരു കുറച്ച് മുളക് ഇതിങ്ങനെ ഞാൻ ഈ ചൈനീസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാനായിട്ട് ഈ ടൈപ്പ് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്, ഉണക്കമുളക്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഒരല്പം ചതച്ച മുളക് അതും കൂടെ ഇടാം. 1 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴന്ന് വരണ്ട. നമുക്ക് നമ്മുടെ വെജിറ്റബിൾ എല്ലാം കൂടെ ഇടാം. അതിനകത്തേക്ക് ഒരല്പം ചിക്കൻ പൗഡർ, ചിക്കൻ ബുള്ളിയൻ മാഗിയുടെ അത് തന്നെ അല്പം ഇട്ട് കൊടുത്താൽ മതി. കാരണം ഈ കിടക്കുന്നതിനൊക്കെ ഒന്ന് ഉപ്പ് കൂടാൻ മാത്രം. ബാക്കിയുള്ളതിനൊക്കെ ഈ സോയ സോസും എല്ലാം ചെല്ലുമ്പോൾ അതിനെല്ലാം ഉപ്പുണ്ട്. ബീഫിന് അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഉപ്പിടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉപ്പ് നമ്മൾ അവസാനം നോക്കി വേണ്ടി വന്നാൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്നു വന്നു. ഇനി നമുക്ക് മൂത്ത് പോകണ്ട. നമ്മുടെ വെജിറ്റബിൾ ഒന്നങ്ങ് ഇട്ട് കൊടുക്കാം. അതോ എല്ലാം വെജിറ്റബിളൊക്കെ ആണെങ്കിലും കളറ് പോകാതെ നമ്മൾ നോക്കിയെടുക്കണം. അധികം സമയത്ത് ഇതൊന്നും വെന്ത് പോകരുത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. കോളിഫ്ലവർ, സ്വീറ്റ് പെപ്പർ, സ്പ്രിംഗ് അണിയുടെ വേണ്ട നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നിന്നേച്ചാൽ മതി. ബ്രോക്കലിയും സ്വീറ്റ് പെപ്പറൊക്കെ ഒന്നും ആയിട്ടുണ്ട്. ഇതൊട്ടും വെന്ത് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് ബീഫ് റെഡിയാണ്. ആ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫൊക്കെ വെന്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. എളുപ്പത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ, വേഗം എളുപ്പം ഉണ്ടാക്കാം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് 2 ദിവസമായിട്ട് സ്നോ പെയ്ത് എല്ലായിടും പുറത്തേക്ക് ഇറങ്ങാൻ മേലാത്ത രീതിയിൽ കിടക്കുക. അപ്പം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചങ്ങ് ഉണ്ടാക്കണതാണ്. അപ്പോൾ ഇനി നമ്മുടെ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ഒന്ന് ഇളക്കിക്കൂട്ട് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഒഴിച്ചു കൂട്ടി എല്ലാം കൂടെ ഒന്നായി കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം. ഈ കൂട്ടി ഒന്നങ്ങ് വെച്ചാൽ മതി. പാകമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ സ്പ്രിംഗ് അണിയൻ നീളത്തിലിട്ട് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഓഫ് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് ഇളക്കി ഇനി ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കൊറിയൻ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. വെറൈറ്റി ആയിട്ടിരിക്കട്ടെ. ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവരെയും കർത്താവിൻ്റെ വിസ്താരമറിയ ചെറുകനടിയിൽ നമ്മെ അവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.